മോഹൻലാൽ സിനിമയിൽ നിന്നും ആ നടിയെ പരമാവധി ഒഴിവാക്കാൻ ഫാൻസുകാർ ശ്രമിച്ചു. എന്നിട്ടും സംഭവിച്ചതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഫിലിമി പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ സുരാജ് വെഞ്ഞാറമൂടിനൊപ്പവും കലാഭവൻ മണിയോടൊപ്പവും അഭിനയിക്കാൻ ചില നായിക നടിമാർ വർണ്ണത്തിൻ്റെ പേരിൽ മടി കാണിച്ചു എന്ന് കൊടുത്തിരുന്നു. രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് കിട്ടി. ചിലർ വെച്ചു നിങ്ങൾ ബ്ലഡിൽ ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ വരുള്ളൂ എന്ന് ചോദിച്ചുകൊണ്ട് കേട്ടാൽ അറയ്ക്കുന്ന രീതിയിൽ ചിലരൊക്കെ പറഞ്ഞു. മറ്റു ചിലർ വളരെ നല്ല രീതിയിൽ പറഞ്ഞു. ഇത് രണ്ടും ഞങ്ങൾ ഉൾക്കൊള്ളുകയാണ്. പറയേണ്ടവർക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ പറയാം. പറയുന്നവർ അവരുടെ പേര് വെളിപ്പെടുത്തണം. പക്ഷേ ഇപ്പോഴത്തെ സംഭവം എന്താ? അതിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് മറ്റൊരു കാര്യവും ഞങ്ങൾ ചെയ്യുന്നത്. ഇത് മുൻപ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ, മമ്മൂട്ടി നമ്മൾ എത്ര പറഞ്ഞാലും ഇപ്പോൾ പുതിയ ആൾക്കാരുടെ സിനിമകൾ നന്നായിട്ട് പോകുന്നുണ്ടെങ്കിലും മമ്മൂട്ടിയും മോഹൻലാലിനെയും പെട്ടെന്നൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. അപ്പം അവരുടെ സിനിമകളെ പ്രോത്സാഹിപ്പിക്കാൻ, അവർക്ക് വേണ്ടി ജയ് വിളിക്കാനും പാട്ട് പാടാനും ബഹളം വയ്ക്കാനും ഒക്കെ ഫാൻസുകാരുണ്ട്. ഫാൻസുകാരുടെ ചില തീരുമാനങ്ങൾ ഒരു പരിധിവരെ ഈ നടന്മാർ അംഗീകരിക്കാറുമുണ്ട്. അപ്പോൾ ഫാൻസുകാരെ തൃപ്തിപ്പെടുത്തേണ്ടതും ഇവരുടെ ആഗ്രഹം തന്നെയാണ്. എന്നാൽ ചില സിനിമകളിൽ ഫാൻസുകാരുടെ അഭിപ്രായങ്ങൾ കേൾക്കാറുണ്ടോ? ഇല്ല എന്നതിൻ്റെ ഒരു ഉദാഹരണവും അങ്ങനെ ചെയ്തതിൻ്റെ പേരിൽ ആ വാർത്ത ആദ്യം കൊടുത്ത രണ്ട് മാധ്യമ പ്രവർത്തകർക്കുണ്ടായ അനുഭവമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. വേറൊന്നും കൊണ്ടൊന്നുമല്ല. നമുക്ക് ചിലരോടൊപ്പം അഭിനയിപ്പിക്കുമ്പോൾ അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു. മോഹൻലാലിൻ്റെ നായികയായി ഇന്ന നടികളാണ് നല്ലത് എന്നൊരു തീരുമാനവും മുൻവിധികളും ഉണ്ട്. അതുപോലെ തന്നെയാണ് മമ്മൂട്ടിയുടെ നായികമാരായിട്ട് ഇന്ന ആൾക്കാർ തന്നെയാണ് നല്ലത് എന്ന് പറയുന്നവരുണ്ട്. നല്ലത് എന്ന് പറയുമ്പോൾ ചില ജോഡികളാണ്. പ്രേംനസീർ ഷീല എന്ന് പറയുന്ന പോലെ, ദിലീപ് കാവ്യ മാധവൻ എന്ന് പറയുന്ന പോലെ ചില ജോഡികളൊക്കെ ഉണ്ട്. നമ്മൾ എത്ര നിഷേധിച്ചാലും പ്രേക്ഷകർക്ക് അവരെയൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ഇവിടെ നായികയല്ല. മോഹൻലാൽ ആർട്ടിസ്റ്റിനെ തീരുമാനിക്കുന്ന കാര്യത്തിൽ അങ്ങനെയൊന്നും കടുംപിടുത്തം പിടിക്കാറില്ല. അപ്പോൾ അതിൻ്റെ സംവിധായകനൊരു ഒരു കുസൃതി തോന്നി. കുസൃതി എന്ന് വെച്ചാൽ ബുദ്ധിപരമായൊരു കുസൃതി തോന്നി. മോഹൻലാലിൻ്റെ കൂടെ അതുവരെ മറ്റൊരു സിനിമയിൽ നായിക നടിയായിരുന്ന നടിയെ നായികയായിട്ടല്ല ഏതാനും സീനുകളിൽ അഭിനയിപ്പിച്ചാൽ എങ്ങനെയിരിക്കും? ജനം തടിച്ചുകൂടുമോ എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. ലാലിനോട് ചോദിച്ചപ്പോൾ ലാൽ പറഞ്ഞു, എനിക്ക് വിരോധമൊന്നുമില്ല, അവരഭിനയിക്കേണ്ട എന്താ കുഴപ്പം? അവരുടെ റോൾ അഭിനയിക്കുന്നു, ഞാൻ എൻ്റെ റോൾ അഭിനയിക്കുന്നു. അത് സിനിമയ്ക്ക് ഗുണം ചെയ്യുകയാണെങ്കിൽ എനിക്ക് സമ്മതമെന്നാണ് ലാൽ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ആ നടിയെ കാസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ആ നടി ഏതാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ചോദിക്കുകയാണ്. അപ്പോൾ അറിയാൻ ഇതിനൊക്കെ ക്ഷമിക്കേ. അതിനു മുമ്പ് ഫാൻസുകാരെ, ഇപ്പോൾ ഇത് അറിഞ്ഞ ഫാൻസുകാർ ലാലിനോട് അല്ല അത് ലാലേട്ടാ അത് അങ്ങനെ വേണോ ഇങ്ങനെ വേണോ എന്നൊക്കെ ചോദിച്ചു നടന്നു. പക്ഷേ ലാൽ വ്യക്തമായ മറുപടി കൊടുത്തില്ല. ഇത് രഹസ്യമാക്കി വെക്കണമെന്ന് സംവിധായകനും ലാലും അടക്കമുള്ളവർ തീരുമാനിച്ചു. പക്ഷെ ആ ഗ്രൂപ്പിൽ നിന്ന് എനിക്ക് ഈ വാർത്ത ചോർന്ന് കിട്ടി. എൻ്റെ കയ്യിൽ കിട്ടിയാൽ പിന്നെന്താ, കൊടുക്കാതെ പറ്റില്ല. ഏതൊരു മാധ്യമ പ്രവർത്തകനും പുതുതായൊരു വാർത്ത വീണ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നതാണ്. അതിൻ്റെ ഭവിഷ്യത്ത് എന്തായാലും ശരി, ആ വാർത്ത ആദ്യം കൊടുക്കുന്നത് ഞാനാണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാലോ, ചാനലുകൾ എടുത്ത് നോക്കിയാൽ തെറ്റും ശരിയും നോക്കാതെ ആദ്യം ഞങ്ങളാണ് ആ വാർത്ത ടെലികാസ്റ്റ് ചെയ്ത്, ഞങ്ങളാണ് ആ വാർത്ത ബ്രേക്ക് ന്യൂസായി കൊടുത്തെന്ന് പറയുന്നുണ്ട്. അതുപോലെ അല്ല കേട്ടോ. ഞങ്ങൾക്ക് കിട്ടുന്ന വാർത്തകൾ ഏകദേശം 99% സത്യമായിരിക്കും എന്നുള്ളതാണ്. അതിനുള്ള ആൾക്കാർ മറ്റു ഗ്രൂപ്പുകളിൽ ഞങ്ങൾക്ക് ഉണ്ടെന്ന് വെച്ചോ. അപ്പം ഞാനത് ആദ്യം ചൂടോടെ തന്നെ ഞാനത് കൊടുത്തു. ചൂട് കൊടുത്തെന്താ, മോഹൻലാലിൻ്റെ സിനിമയിൽ ഷക്കീല അഭിനയിക്കുന്നു എന്നാണ് കൊടുത്തത്. പിന്നെ തെറി പൂരമായി എന്ന് പറഞ്ഞാൽ ഫാൻസുകാർ തന്നെയാണ് ഞങ്ങളെ വിളിച്ചത്. നിങ്ങൾ ലാലേട്ടനെ മനഃപൂർവ്വം കരിവാരിത്തേക്കാണ്, അങ്ങനെ നടി അഭിനയിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം ഞാൻ വിളിച്ചവരോട് പറഞ്ഞു, ഇത് സത്യമാണ്, നിങ്ങൾ ലാലിനോട് ചോദിക്കൂ, അല്ലെങ്കിൽ ഈ സിനിമയെ ഷൂട്ടിംഗ് സമയത്ത് ആ നടി അവിടെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു എന്നൊക്കെ മാനം മര്യാദയ്ക്ക് പറഞ്ഞു.
അപ്പോൾ ഒരുമാതിരി ഭീഷണിയുടെ സ്വരത്തിൽ അവർ പറഞ്ഞു, നിങ്ങൾ ഇത് കൊടുത്തതിൻ്റെ പേരിൽ ഒരു വർഷത്തേക്ക് ലാലേട്ടൻ്റെ ഫോട്ടോസോ സിനിമയെക്കുറിച്ച് വിശദീകരണമോ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ടോ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞൊരു ജാതി ഭീഷണി വന്നപ്പോൾ ഞാൻ അവരോട് നിങ്ങൾ പോയി വേറെ ജോലിയോ വളരെയാന്ന് പറഞ്ഞു ഞാൻ. നിങ്ങൾക്ക് ചെയ്യാമെന്ന് നിങ്ങൾ ചെയ്തോ, നിങ്ങളെ കണ്ടുകൊണ്ടല്ല ഞങ്ങൾ ഈ പ്രസിദ്ധീകരണം നടത്തുന്നത്, മനസ്സിലായല്ലോ. ഞങ്ങളുടെ പ്രസിദ്ധീകരണം കൊണ്ട് നിങ്ങൾ പറയുന്ന ആൾക്കാർക്കാണ് ഗുണമുണ്ടായിട്ടുള്ളത്, അല്ലാണ്ട് ഞങ്ങൾ അവരുടെ നടന്മാരുടെ കാശ് മേടിച്ചുകൊണ്ട് നടത്തുന്ന പ്രസിദ്ധീകരണമൊന്നും അല്ല. കളി വേറെ സ്ഥലത്ത് പോയി കളിക്കാൻ പറഞ്ഞാൽ അതേ നാളത്ത് ഞാനും കൊടുത്തു. പക്ഷേ അതിൻ്റെ തൊട്ടടുത്ത ലക്കത്തിൽ വെള്ളി നക്ഷത്രം ഈ വാർത്ത പ്രസിദ്ധീകരിച്ചു. വെള്ളി നക്ഷത്രം ഈ വാർത്ത പ്രസിദ്ധീകരിച്ചു. സാധാരണ രീതിയിൽ അവരും സത്യസന്ധമായിട്ടാണ് ഈ വാർത്ത കൊടുത്തത്. അതിൻ്റെ പേരിൽ പിന്നെ അവരോടായി ഫാൻസിൻ്റെ ഈ കുതിരകയറ്റെന്നൊക്കെ പറയാറില്ലേ, പക്ഷേ അവരോട് പറഞ്ഞു 2 വർഷത്തേക്ക് ഇനി നിങ്ങൾക്കൊന്നും തരില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ പോലുള്ള മറുപടി ഒന്നും അവർ കൊടുക്കാറില്ല. അതൊരു പക്ഷേ ലാലിനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കുക. എന്തായാലും അവർക്ക് ചില പരുക്കുകൾ ഏൽപ്പിക്കാൻ ഈ ഫാൻസുകാർക്ക് പറഞ്ഞു എന്നുള്ളതാണ് സത്യം. ഇനി എന്താ ഞങ്ങൾ എഴുതിയ സത്യമുണ്ടോ ഇല്ലേ? ഞങ്ങൾ എഴുതിയ സത്യമാണെന്ന് സിനിമ കണ്ടവർക്കറിയാം. അപ്പോൾ ചോദിക്കുക ഏത് സിനിമ? ചോട്ടാ മുംബൈയിലാണ് ഷക്കീൽ അഭിനയിക്കാൻ വന്നത്. വളരെ നല്ലൊരു റോളിലാണ് അഭിനയിക്കാൻ വന്നത് അല്ലേ. ആ റോളിൽ അഭിനയിക്കാൻ വന്ന ആർക്കും ഒരു പരുക്കുണ്ടായിട്ടില്ല. പിന്നെ ഷക്കീലിനോട് എന്തിനാണ് എതിർപ്പ് കാണിക്കുന്നത്? അവരെന്ത് തെറ്റാണ് ചെയ്തത്? അവർ അഭിനയിക്കാൻ വിളിക്കുന്നു, കാശ് മേടിക്കുന്നു, പോകുന്നു. അപ്പോൾ ചോദിക്കുമ്പോൾ രതി ചിത്രങ്ങളിലെ നായികയല്ലേ അവരെന്നുള്ളതാണ്. എന്ത് രതി ചിത്രങ്ങളെ നായിക? സിനിമയ്ക്ക് അങ്ങനെ രതി ചിത്രങ്ങളെന്നോ ഭക്തിക്ക് അങ്ങനൊരു കാറ്റഗറൈസേഷൻ ഉണ്ടായിട്ടൊന്നുമില്ല. അവരഭിനയിക്കാൻ വിളിച്ചു, വന്നു, കണ്ടു. ഈ സിനിമ കാണുന്ന ആരൊക്കെയാണ്? സിനിമ കാണുന്നത് ഈ എതിർക്കുന്ന, അതാ രസം. ഈ സിനിമ കാണുന്ന എതിർക്കുന്നവർ തന്നെയാണ് പലരും ഈ സിനിമ കണ്ട് വിജയിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ലാലിന് ഇഷ്ടക്കേടുണ്ടെങ്കിൽ ശരി പോട്ടെ, എൻ്റെ കൂടെ ആ നടി അഭിനയിക്കുന്നത് ഇഷ്ടമല്ല, എനിക്ക് പേരുദോഷം ഉണ്ടാകും എന്ന് ലാല് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ലാല് പറഞ്ഞു, ഒരാളെയും ഞാൻ എതിർക്കില്ല, ആര് വേണമെങ്കിലും അഭിനയിച്ചോട്ടെ, അത് പ്രൊഡ്യൂസറുടെയും സംവിധായകൻ്റെയും ഇഷ്ടമാണത്. എന്നെ വിളിച്ചു, ഞാൻ അഭിനയിക്കുന്നു, എനിക്ക് അതുകൊണ്ടൊരു ദോഷവുമില്ല. ഞാൻ അഭിനയിക്കുന്നത് ഷക്കീലുമായിട്ടുള്ള വൃത്തികെട്ട രംഗങ്ങളൊന്നും അല്ലല്ലോ, ഞാൻ നല്ല രംഗങ്ങളിൽ തന്നെ അഭിനയിക്കുന്നത്. മാത്രമല്ല അവർ ഒരു രതി നടി മാത്രമൊന്നുമല്ല, അവർ നല്ല കോമഡി സെൻസുള്ള ആർട്ടിസ്റ്റ് കൂടിയാണ്. അങ്ങനെയും കുറേ അഭിനയിച്ചിട്ടുണ്ട് ഇല്ലേ. ഇതൊക്കെ പറഞ്ഞ് ലാലൊരു മയത്തിലങ്ങനെ പോയി. അപ്പോൾ ഫാൻസുകാർ പറഞ്ഞുണ്ടാക്കിയാൽ ഇല്ല, ഈ സിനിമ അങ്ങനെ വിജയിക്കില്ല, നോക്കിക്കോ, ലാലേട്ടൻ്റെ കൂടെ ഷക്കീൽ അഭിനയിക്കുന്നത് പറഞ്ഞാൽ കുടുംബിനികൾ പോലും ഈ സിനിമ കാണാൻ വരില്ല എന്നൊരു പ്രചരണവും അവരുണ്ടാക്കി. പക്ഷേ നമ്മൾ സിനിമ ഇറങ്ങിയപ്പോൾ കണ്ടത് എന്താ? ആ സിനിമ ഒരു ബമ്പർ ഹിറ്റായി മാറിയില്ലേ? ആ സിനിമ എല്ലാവരും ആസ്വദിച്ചില്ലേ? അതിലെന്തെങ്കിലും വൃത്തികെട്ട സീനുണ്ടായിട്ടുണ്ടോ? ഇത് പറയാൻ കാരണം ഈ അനാവശ്യമായ കാര്യങ്ങളിൽ പലരും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആലോചിക്കണം. ഞാൻ പലപ്പോഴും ഇവരോട് പറയാറുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത്, ഇവിടെ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ അഭിനയിക്കുന്ന സിനിമകൾ കച്ചവട സിനിമകൾ തന്നെയാണ് കുറേയുള്ളത്. അപ്പോൾ കലയും കച്ചവടവും ഇറങ്ങിയ സിനിമകൾ മാക്സിമം ഉണ്ടാക്കാനും വിജയിപ്പിക്കാനും അവർ ശ്രമിക്കാറുണ്ട്. എന്നാൽ അവർക്ക് നല്ല നല്ല റോളുകളിൽ നല്ല നല്ല ക്ലാസിക് ടൈപ്പുള്ള സിനിമകൾ ചെയ്യണമെന്നും അഭിനയിക്കണമെന്നും താല്പര്യമുണ്ട്. അത്തരം സിനിമകളിൽ അഭിനയിച്ചപ്പോഴൊക്കെ ആ സിനിമകൾ സാമ്പത്തികമായി പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അന്ന് ഈ യോഗ്യന്മാർ, ഈ ഫാൻസുകാർ ചെയ്യേണ്ടിയിരുന്ന നല്ല സിനിമകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി, ലാലിൻ്റെയും മമ്മൂട്ടി സിനിമകൾ വിജയിപ്പിക്കാൻ വേണ്ടി ഈ ഫാൻസുകാർ അഹോരാത്രം പ്രവർത്തിച്ചിരുന്നെങ്കിൽ, തിയേറ്ററുകൾ നിലച്ചിരുന്നെങ്കിൽ അത്തരം സിനിമകൾ ഉയർന്ന തലങ്ങളിൽ വന്നേനെ, അവർക്ക് പേര് ഉണ്ടായേനെ. ഇപ്പോൾ ഏത് ഇപ്പോൾ ഷക്കീൽ അഭിനയിച്ചില്ലെങ്കിലും ആ സിനിമ ഹിറ്റാവും, അഭിനയിച്ചാലും ഹിറ്റാവും. അങ്ങനെയുള്ള സബ്ജക്റ്റിലേക്ക് അങ്ങനെ ഒരു സിനിമ ചെയ്തു. അപ്പോൾ ഇനിയെങ്കിലും ഫാൻസുകാർ സിനിമ കാണുക. എല്ലാവരും കണ്ട് വിജയിക്കുന്ന സിനിമയല്ല നിങ്ങൾ വിജയിപ്പിക്കേണ്ടത്. അത് നിങ്ങൾ കണ്ടില്ലെങ്കിലും നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലും അത് വിജയിച്ചു കൊണ്ടേയിരിക്കും. പക്ഷേ കൂടുതൽ ജനങ്ങൾ കാണാൻ സാധ്യതയില്ല എന്ന് തോന്നുന്ന സിനിമകൾ വിജയിപ്പിക്കേണ്ടതാണ് നിങ്ങളുടെ കടമ. അതാണ് നിങ്ങളുടെ ലാലേട്ടനോടായാലും മമ്മൂട്ടിയോടും ചെയ്യേണ്ട കടമ എന്ന് ഓർമ്മിപ്പിക്കാതെ പറ്റുമോ?